കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. കേരളത്തിൽ എത്ര ജനമുണ്ട്? 3 കോടി എന്ന് വെച്ചോ. ഒരു സിനിമ ഒരു ടിക്കറ്റിന് ശരാശരി എത്രയാണ്? ഹിന്ദി വെർഷൻ 10-18 കോടി ഇപ്പോഴും കളക്ട് ചെയ്തു. തെലുങ്ക് കേരളത്തിനേക്കാളും കൂടുതൽ തെലുങ്ക്, തമിഴ്നാട്, കർണാടക. എൻ്റെ പൊന്നു ഉണ്ണിമോന്താ, എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഇത്രയും ലെവലിലെത്തിയത് ഒരുത്തിനും അങ്ങോട്ട് പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം മാർക്ക് ഇറങ്ങിയിട്ട് ഒരു മാസം ആവാൻ പോകുന്നു. ഈ 20-ാം തീയതി ആകുമ്പം ഒരു മാസമാവും മാർക്ക് ഇറങ്ങിയിട്ട്. എന്നിട്ട് മാർക്കോടെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് ഒരുത്തം വന്നിട്ടുണ്ട്, M.A. നിശാന്ത്. അങ്ങേരുടെ പടം പോലും എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പോലും. അദ്ദേഹമൊക്കെ പറയുന്നത് മാർക്കോ 100 കോടി എങ്ങനെ അടിച്ചു? കേരളത്തിൽ ഇത്രയും ജനങ്ങളുണ്ടായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇത്രയും ജനങ്ങളേ ഉള്ളൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 100 കോടിയൊക്കെ അടിച്ചെന്ന് പറഞ്ഞ് ചുമ്മാ പൊട്ട മാർക്കോ എവിടം വരെ പോയി? ഇവിടെ പാൻ ഇന്ത്യൻ ലെവല് ഹിന്ദി വർഷം തന്നെ ജനുവരി 7 ആയപ്പോൾ തന്നെ 10 കോടി കളക്ട് ചെയ്തു. മണ്ടന്മാർ അതും മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ചൊറിച്ചിൽ ആർക്കൊക്കെ ആയിരുന്നു? ജാഫർ ഇടുക്കിയിൽ നിന്ന് തുടങ്ങി, സുരാജ്, പിന്നെ നമ്മുടെ ഷെയ്ൻ പണ്ടത്തെ കഥ വെച്ചാണ് ഷെയ്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് അങ്ങ് ഇതായത്. പിന്നെ ഷെയ്ൻ്റെ ഒരു പുതിയ പടം ഇറങ്ങി, അതിനും പാവം പിടിച്ചവന് പിന്നെ ഒരു ഗ്രിപ്പ് പോലും കിട്ടിയില്ല. തമിഴ്നാട്ടിലാണെങ്കിൽ പോലും നമ്മുടെ 12 വർഷത്തിന് ശേഷം വിശാലിൻ്റെ ഒരു പടം റിലീസ്, അത് പെട്ടിക്കാത്തിരുന്നേ. ആ പടം ഗ്രൂപ്പ് റേറ്റ് അടിച്ച് ഷെയ്ൻ്റെ പടം കിടക്കുന്ന പെട്ടി കയറുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഉണ്ണിമോന്തൻ്റെ ഒരു ഫാൻസ്. ഇപ്പോൾ പുള്ളി മാറി, പുള്ളിയുടെ ലെവലേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഡ്യൂസറായി ഇവൻ ഇത്ര ബുദ്ധിമുട്ട് വരാൻ കാരണം ഇവൻ എന്തെങ്കിലും ഷെയ്ൻ്റെ പടത്തിൽ വല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട്. ഏറ്റവും സങ്കടകരമായ കാര്യം, വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട്. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. കേരളത്തിൽ എത്ര ജനമുണ്ട്? 3 കോടി എന്ന് വെച്ചോ. സെൻസസ് എടുക്ക്, നീ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കടാ, ഇപ്പൊ തന്നെ ഫുള്ളാണ്. ഇവിടെ പൊട്ട കേരളത്തിലെ ഈ പടം ഇറങ്ങി 100 കോടി കയറി എന്നാണോ പറയുന്നത്? കേരളത്തിൽ നിന്ന് 50 കോടി കിട്ടിയിട്ടില്ലല്ലോ, അതറിയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? മാർക്കോ കേരളത്തിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ 50 കോടി അടിച്ചിട്ടില്ല. കേരളത്തിൽ നിന്ന് മാത്രത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലെ മാത്രം 50 കോടി അടിച്ചിട്ടില്ല. ഹിന്ദി വെർഷൻ 10-18 കോടി ഇപ്പോഴും കളക്ട് ചെയ്തു. തെലുങ്ക് കേരളത്തിനേക്കാളും കൂടുതൽ തെലുങ്ക്, തമിഴ്നാട്, കർണാടക, ഇതൊക്കെ നല്ല രീതിയിൽ കയറുന്നുണ്ടോ മണ്ട? നീ എന്താ വിചാരിച്ചേ കേരളത്തിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നു എന്നാണ് വിചാരിച്ചത്? കേരളത്തിൽ നിന്ന് 50 കോടി കയറിയിട്ടില്ല. ആദ്യം ഒരു പ്രൊഡ്യൂസറായ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നോളജ്, ഇത് പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റായി പടം. പാൻ ഇന്ത്യൻ ലെവലിൽ ജനുവരി 7 ആയപ്പോൾ തന്നെ പടം 10 കോടി ഹിന്ദി മാത്രം ഡബ് ചെയ്ത് കിട്ടിയാണ്. ഒരു മലയാളം പടം ഇത് കിട്ടിയിട്ടുള്ള ഒരു പടം, മലയാളത്തിൻ്റെ ഒരു പടത്തിന് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. മലയാളത്തിൻ്റെ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ചുമ്മാ കഥ അറിയത് ഇവനൊക്കെ ചുമ്മാ അല്ല ഇവൻ്റെ ഇറങ്ങിൻ്റെ ഒക്കെ പടമൊക്കെ 8 നില പൊട്ടി ഇവനൊക്കെ ആദ്യമായിട്ട് ആൾക്കാർ കാണുകയും ചെയ്യുന്നത്. കിഴങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പം എന്ത് പറയാനാ? അപ്പോൾ എനിക്കതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ടല്ലേ. അപ്പോൾ ഈ പണി മൂവി ഇറങ്ങിയ സമയത്ത് എന്തൊക്കെ ഈ അണ്ണനെ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ. അതിനകത്തും ഉണ്ടായിരുന്നു അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ വയലൻസ് ഇഷ്ടപ്പെടാത്തവരാരുമില്ല. റോങ് ടേൺ അതൊക്കെ ഇരുന്നൊക്കെ ഒന്ന് കാണണം ചുമ്മാതെ. പിന്നെ ഇതാണോ ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ വിഷയങ്ങൾ ഇതൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൂടുതലില്ല ബെസ്റ്റ് പരിപാടിയും മറ്റേ പരിപാടിയും മറിച്ച പരിപാടിയൊക്കെ, അതിനൊക്കെ എതിരെ താൻ വേണമെങ്കിൽ പോയി സംസാരിക്കും. ഇത് നാണമില്ലടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു നാണം കെട്ട സംസാരം. പിന്നെ അതാണ് സിനിമ എങ്കിൽ ആ സിനിമ ചെയ്യും. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഞാൻ ഏതൊരു സിനിമ ചെയ്തില്ല, അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് വെച്ചു. അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല. എനിക്ക് അതിന് കഴിവില്ല. എനിക്ക് ഇത്രയും വയലൻസ് ഉള്ളതും അല്ലെങ്കിൽ കഞ്ചാവിനെ ഇല്ല, നിങ്ങൾക്ക് ഒന്നിനും കഴിവില്ല. ഈ കഞ്ചാവിൻ്റെ ആണെങ്കിൽ പോലും ആ ഏതെങ്കിലും സിനിമയിൽ ആൾക്കാർ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? താൻ അതും കൂടെ ഒന്നെടുത്ത് പറയടൂ. ഒന്നെങ്കിലും പ്രൊമോട്ട് ചെയ്തിട്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം അതൊരു ബേസ് ചെയ്തൊരു കഥ ഉണ്ടാക്കുന്നതുള്ളൂ. അതിൽ നിന്ന് പിള്ളേരെ രക്ഷപ്പെടുത്തുന്നതും ഓരോ മെസ്സേജും കാര്യങ്ങളോ കൊടുക്കുന്നത്. എന്ത് തേങ്ങയാണ് വന്നിട്ട് ഈ പറയുന്നത്? കഴിവില്ലാത്തോണ്ടാണ്. അതുകൊണ്ട് ഞാനൊന്നും അങ്ങനത്തെ സിനിമ ചെയ്തുമില്ല. സാറ്, ഈ 100 കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. കേരളത്തിൽ എത്ര ജനമുണ്ട്? 3 കോടി എന്ന് വെച്ചോ. ഒരു സിനിമ ഒരു ടിക്കറ്റിന് ശരാശരി എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് ഒരു 100-120. ഏറ്റവും കുറഞ്ഞത് 3 കോടിയിൽ എത്ര പേര് സിനിമ കാണുന്നവരുണ്ട്? ഒരു 40%. 40 ലാക്സോ? അല്ല, 40%. അപ്പോൾ 1,20,00,000 പേര് സിനിമ കാണുമോ? ശരിയാണ്. 100 രൂപ മുടക്കുന്ന ഒരു ടിക്കറ്റിൽ 27 രൂപ സർക്കാരിന്റെ ഇതിന് പോകും. ബാക്കി കിട്ടുന്ന 73 രൂപയിൽ 60-40 ആണ് ആദ്യത്തെ ആഴ്ച. 60% ഡിസ്ട്രിബ്യൂട്ടർക്കും 40% തിയേറ്ററുകാർക്കും. രണ്ടാമത്തെ ആഴ്ച 50%-50% ആവും.
പൊന്നു വിവരദോഷി, എൻ്റെ പൊന്നു വിവരദോഷി. ഓക്കെ, നീ കേരളത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പടം 100 കോടി ക്ലബിൽ കയറിയില്ലെങ്കിൽ നീ വേണമെങ്കിൽ എൻ്റെ ശവരം വേണമെങ്കിൽ നീ മതി ചെയ്തു. ഞാൻ വേണമെങ്കിൽ മീശ അടിക്കാം, അതായിരിക്കും നല്ലത്. മുട്ട അടിക്കാം, പാതിന്ന് ഞാൻ മുട്ട അടിക്കാം, പാതിന്ന്. എടാ കിഴങ്ങ, പാൻ ഇന്ത്യൻ മൂവി, പാൻ ഇന്ത്യൻ മനസ്സിലായോ? കേരളത്തിലിറക്കി, തമിഴ്നാട്, തെലുങ്കു, കർണാടക. ഒന്ന് ആലോചിച്ച് നോക്ക്. ഹിന്ദിക്കാണ് കൂടുതലും കിട്ടിയത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മലയാളം പടം ഹിന്ദി കയറാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഇവിടെ ഒരു പടവും കേരളത്തിൽ 100 കോടി കയറിയിട്ടില്ല, അതറിയാവോ? അങ്ങോട്ട് ബാഹുബലിയും ഈ പടം അങ്ങോട്ട് 10, 50, 60 കളക്ട് ചെയ്തിട്ട്, പുലിമുരുകനും സെറ്റും ഒക്കെ. അല്ല, നീ പറയുന്ന പോലെ കയറിയിട്ടില്ല, സത്യമാണ്. പക്ഷേ ഈ പടം എല്ലായിടത്തും കൂടെ 100 കോടി ക്ലബിൽ കയറിയ പടമാണ്. ചുമ്മാ വെറുതെ വിവരക്കേട് വിളിച്ച് പറയാതെ. തനിക്കൊരു വിവരമില്ലെന്ന് തൻ്റെ ഈ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒറ്റ വിവരമില്ലെന്നുള്ള കാര്യം. ഒരു വിവരമില്ല, ഇല്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. താൻ എന്തോ ഈ പറയുന്നത്? പടം 100 കോടി കയറിയിട്ടുണ്ട്, 100% ഉറപ്പാണ്. അതും കണ്ട് കളക്ഷൻ കിട്ടി, അല്ലാതെ സാറ്റലൈറ്റോ ഇതിൻ്റെ ഒന്നും അല്ല. അതാദ്യം ചിന്തിക്ക്. കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. കേരളത്തിൽ നിന്ന് ഈ പടം നാളെ ഇവൻ വന്നിട്ട് വളച്ചൊടിക്കും. ഞാൻ കേരളത്തിലെ കാര്യം പറഞ്ഞതെന്ന്. കേരളത്തിൽ നിന്ന് ഒരു 10, 38, 40, 49 ആ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളൂ. 50 കോടി ആയിട്ടില്ല കേരളത്തിലെ മാത്രത്തെ കളക്ഷൻ. പക്ഷെ പണം പാൻ ഇന്ത്യനായിട്ട് ഇറക്കി, കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. മണി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. എന്നാലും ഒരു വിവരം വേണ്ടേ? പടം മോശമായ തിയേറ്ററുകാർക്ക് 60%, അപ്പോൾ ഒരു ആവറേജ് വരുന്നത് ഒരു 50% എന്ന് വെച്ചു. 100 ഒരു 73, 37 രൂപയായിരിക്കും, അല്ലെങ്കിൽ 40 രൂപയായിരിക്കും കിട്ടുന്നത് ഒരു ടിക്കറ്റിൽ. എത്ര പേര് സിനിമ? 100 കോടി കേറില്ല. കഴിഞ്ഞ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? 100 കോടി 100, ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത്? എനിക്കറിയാം. എനിക്കിപ്പോൾ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. 1 കോടി ജനം കണ്ടാൽ 40 കോടി ആളുകളിലെ 40 കോടി രൂപയിലേ വരത്തുള്ളൂ. ഇപ്പോൾ 40 രൂപ ആൾ 1 കോടി ആളുകൾ സിനിമ കാണുന്നുണ്ടോ മലയാളത്തിൽ? ഇത് എന്താണ് ഈ 100 കോടി? നോക്കൂ, ഒരു സിനിമ, ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇപ്പൊ നടക്കണമെങ്കിൽ 25 കോടി 30 കോടി. ഈ കോടി എന്ന് പറഞ്ഞാൽ ഈ കോടിയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ? എല്ലാവരുമെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സീരിയസ് ആയിട്ട് നിന്നോട് തുറന്നു പറയാം. തന്നെ നീ കണ്ടാലുണ്ടല്ലോ, എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ഇങ്ങനെ ഒരു പണ്ടനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ തന്നെ ഈ പടത്തിന് 3 വട്ടം ടിക്കറ്റ് ഇട്ട്. സാധാരണ ഞാനൊരു പടം കണ്ടു കഴിഞ്ഞ് പിന്നെ ആ പടം കാണത്തില്ല. ഞാൻ 3 വട്ടം ഈ പടത്തിന് ടിക്കറ്റ് എടുത്ത്. അതുപോലെ തന്നെ എത്ര പേര് എടുത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം. അതിനെക്കുറിച്ചൊന്നും കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും താൻ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മണ്ട കേരളത്തിൽ മാത്രമല്ല ജനങ്ങൾ, പുറത്തുമുണ്ട്. പാൻ ഇന്ത്യൻ പടമാണ് അത്. ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ഒരു KGF ഫസ്റ്റ് ഇറങ്ങിയ ഒരു എന്താ പറയണ്ട, ഒരു പ്രതീതി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഈ പടം. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയല്ല. എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അത്തരം സിനിമകൾ എനിക്ക് താല്പര്യമില്ല. കില്ല ഞാൻ കണ്ടില്ല. കാണാത്ത കാര്യം എന്താ? എനിക്ക് അത്രയും വയലൻസ് ഉള്ളതുകൊണ്ട്. അനിമൽ കണ്ടോടുകൂടിയാണ് ഞാൻ ആകെ ഭ്രാന്തായി പോയത്. എനിക്ക് അത്രയൊന്നും കാണാനുള്ള എനിക്കത്ര കഴിവില്ല, കാണാനുള്ള കഴിവില്ല, അത്രേ ഉള്ളൂ. അത് ഇനി എത്ര 100 കോടി എന്നൊക്കെ ഉള്ള അഭ്യാസം കൈവച്ചാൽ മതി. അങ്ങനെ 100 കോടി ഒന്നും കയറുന്നത്. മോങ്കൂട്ടൻ ചെല്ല്, വേറെ വല്ല ഡോറോ ബുജിയോ വല്ലതും പോയിരുന്നു കാണാൻ. ആ ഉണ്ണിമൂന്നിന്റെ ഹാർഡ് വർക്കിനെ കുറിച്ചൊക്കെ ഇയാൾ ഇത്ര ഇതായിട്ട് പറയുമ്പോഴേ നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ വേറൊരു വീഡിയോ വെച്ച് തരാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. I was doing the sidekick part. I had to do this villain part. I was not at all happy because I never saw myself. So my vision in cinema is that I can play the good guy. Why I'm being asked to? Then I understood the dynamics of how the market forces behave. And I was then sitting across discussions about price disparity. So I would say, I know I'm not getting paid. Yeah. What about price disparity? I worked in movies wherein the female actresses have been paid more, and I've not been a part of the poster. So what I'm trying to say is that the nature of the industry is such that if you don't toughen, you will wear out. മറ്റുള്ളവരെ കുറിച്ച് ഉണ്ണിമൂന്നും പറയുന്നൊന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആദ്യം ഇതൊക്കെ ഇരുന്ന് പഠിക്കാൻ നോക്ക്. എന്തായാലും മാർക്കും അറിഞ്ഞുകൊണ്ട് നിന്റെയൊക്കെ കുരു പൊട്ടിയിട്ടുണ്ട്, പലവന്മാരെ അടപ്പും തെറിയിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം പുള്ളിയുടെ പാർട്ടി കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്, അതിലൂടെ എനിക്കും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഉണ്ണിമൂന്നിന്റെ. അത് വേറെ കാര്യം. ആസിഫ് അലിയുടെ ഒരു വീഡിയോ മാർക്കിനെ കുറിച്ച് ആസിഫ് അലി പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് കേട്ടു നോക്കുക.
ആർക്കും ഉണ്ടായിരുന്നോ? ആ മാർക്കം കണ്ടു. How you felt? അതിഗംഭീരം. എനിക്ക് പ്രത്യേകിച്ച് ഉണ്ണിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും ഉണ്ണി ആ ക്യാരക്ടർ ക്യാരി ചെയ്തിരിക്കുന്നതും ഒക്കെ. കാര്യം ആ തിയേറ്ററിൽ നമ്മൾ ആകെ സ്ക്രീനിൽ കാണുന്നത് ഉണ്ണീനെ മാത്രമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം. വിളിച്ചിരുന്നോ? പിന്നെ മെസ്സേജ് ചെയ്തിരുന്നു. ഞാൻ വിളിച്ചില്ല. എനിക്ക് ഉണ്ണി ഞാനുമായിട്ട് ഒരു എപ്പോഴും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഐ ലവ് മീ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പൊ അന്ന് മുതലേ ഞാൻ പറയും, ഇവന് ഉണ്ണി എന്നല്ലാതെ വേറൊരു പേരിടാൻ പറ്റൂല, അത്രയ്ക്ക് പാവമാണ് ഉണ്ണി. പക്ഷെ ഇവന്റെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവനുണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആണ്. പിന്നെ വേറെ ഒരു ദുശീലോ ഇല്ല. ബോഡിയെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയിടുന്ന എഫേർട്ട് അത്രയാണ്. ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഉണ്ണിയുടെ റിയാക്ഷൻസ് ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് മാർക്കോ പോലൊരു സിനിമ ഉണ്ണിക്ക് ടൈലർ മെയ്ഡ് ആയിട്ട് വന്നതിൽ ഭയങ്കര സന്തോഷം. നീയൊക്കെ ഇരുന്ന് കുറ്റം പറഞ്ഞു, ആസിഫ് അലി പറയുന്നത് കേട്ടല്ലോ. അതാണ് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. തന്നെ ഇവിടെ ആർക്കും അറിയത്തില്ല, തന്റെ വർത്താനം കേൾക്കുന്നില്ല, എന്തായാലും തനിക്കുള്ള മറുപടി ഞങ്ങൾ തരുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അപ്പം ഗൈസ്, ഉണ്ണിമൂന്തന്റെ ഈ മാർക്കോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഇവിടെ കമന്റ് ഇടാം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ പടം 100 കോടി കയറിയിട്ടില്ലെന്ന്? 100% ഞാൻ ഉറപ്പിട്ട് തരാം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബ് ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു.